നമുക്ക് ബൈബിൾ കഥകളിലൂടെ പോകാം. അതായത് നമ്മൾ കണ്ടിട്ടുള്ളത് പെസഹ ദിവസം യേശു ശിഷ്യന്മാരോടൊത്ത് അത്താഴം അല്ലെങ്കിൽ വിരുന്ന് കഴിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അതിലെ സംഭവങ്ങളൊക്കെ വലിയ കലാസൃഷ്ടികൾക്കൊക്കെ കാരണമായി തീർന്നിട്ടുണ്ട്, നമുക്കറിയാം. എന്നാൽ അതിനു മുമ്പ് പെസഹയ്ക്ക് ഒരു 6 ദിവസം മുമ്പ് യേശു ശിഷ്യന്മാരും ഒരു അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരു സദ്യയ്ക്കായിട്ട്. അത് മറ്റൊന്നുമല്ല, യേശു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലാസറിൻ്റെ ഭവനത്തിൽ വെച്ചാണ്. അതായത് യേശു ഗലീലയിൽ നിന്നും യെരുശലേമിൽ എത്തുമ്പോൾ ഏറ്റവും അടുപ്പമുള്ള ലാസറിൻ്റെ അടുത്താണ് എത്തിച്ചേരുന്നത്. മറ്റ് ധനാഢ്യരായ പ്രമാണിമാരായ പരീശന്മാരും പ്രമാണിമാരും ഒക്കെ ഉണ്ടെങ്കിലും യേശു ഈ ദരിദ്രനായ ഈ സാധു മനുഷ്യൻ്റെ അടുത്താണ് എത്തിച്ചേരുന്നത്. അങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള ആത്മബന്ധം ഉണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല ലാസറും മറിയയും, അതായത് ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും കൂടെ യേശുവിനെ വേണ്ട വിധം പരിചരിക്കാറുണ്ടായിരുന്നു. ഊഷ്മളമായ സ്നേഹം കൊണ്ട് എതിരേൽക്കുകയായിരുന്നു ഈ ശിഷ്യന്മാരെയും യേശുവിനെയും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പെസഹയ്ക്ക് 6 ദിവസം മുൻപ് എത്തുന്ന യേശു അതിന് ഒരു സദ്യ ഒരുക്കുകയാണ്, ഒരു വിരുന്നൊരുക്കുകയാണ് ലാസറും അവൻ്റെ സഹോദരിമാരും. ലാസറിൻ്റെ സഹോദരിമാരിൽ ഒരാളാണ് മറിയ എന്ന് പറയുന്നത്. മറിയെ നമുക്കറിയാം. മറിയ പല തരത്തിലാണ് ബൈബിൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. അവൾ ഒരു ദുശ്ചരിതയായ അല്ലെങ്കിൽ അഭിസാരികയാണെന്നും മറിയെ വിശേഷിപ്പിക്കുന്നത്. ലാസറിനോടൊപ്പം യേശു വിരുന്നിനിരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അപ്പോൾ മറിയ താൻ സൂക്ഷിച്ച തനിക്ക് മാത്രം ഉപയോഗിക്കുവാനായി സുഗന്ധം പൂശി ആളുകൾക്ക് മുമ്പിൽ സുന്ദരിയായി നടക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സ്വച്ഛ ജഡമാൻസി തൈലം കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽക്കൽ പൂശുകയാണ്. അതിന് നർദീൻ തൈലം എന്ന് പറയുന്നു. ഈ നർദീൻ തൈലം എന്ന് പറയുന്നത് അന്ന് പഴയ ഭാരതത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിശിഷ്ടമായ സുഗന്ധലേപനമായിരുന്നു. അത് രോഗങ്ങൾക്കും സുഗന്ധം പരത്തുന്നതിനുമൊക്കെ ആളുകൾ നിരന്തരം, പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ തീരത്തുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു സുഗന്ധ തൈലമാണ്. നേപ്പാൾ, ഹിമാലയൻ പ്രദേശങ്ങളിലൊക്കെ വളരുന്ന ഒരു ചെടിയിൽ നിന്നുണ്ടാക്കുന്ന വിലയേറിയ സുഗന്ധ ലേപനമായിരുന്നു അത്. ഇത് അവൾ സൂക്ഷിച്ചു വെച്ചത് അത് ഒരു റാത്തൽ കൊണ്ടുവന്ന് യേശുവിൻ്റെ കാലുകൾ കഴുകുന്നു. ഇത് കണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള യൂദ, അപ്പോൾ യൂദയുടെ സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് യേശുവിനെ ഒറ്റ കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് എന്ന് ഈ ഭാഗത്ത് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. യൂദ എല്ലാവരും ഈ സുഗന്ധത്തിൽ, ഈ പരിമളത്തിൽ രസിച്ചു നിൽക്കുമ്പോൾ യൂദ മാത്രം വ്യത്യസ്തമായി ചിന്തിക്കുകയാണ്. യൂദ കുറേ തത്വചിന്താപരമായി ആലോചിക്കുകയാണ്. വലിയ ചിന്തയാണ് യൂദ അവിടെ പറയുന്നത്. ഇത് ഈ 300 ദിനാർ വരുന്ന ഈ സുഗന്ധലേപനം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൂടെ എന്ന വലിയൊരു ചോദ്യം യൂദ ഉന്നയിക്കുകയാണ് ക്രിസ്തുവിന് മുമ്പിൽ, അല്ലെങ്കിൽ അവിടെ കൂടി നിന്ന് ശിഷ്യന്മാരുടെ മുമ്പിൽ. നമ്മൾ യൂദയാണ് കൂട്ടത്തിൽ കുറേ കൂടി വിദ്യാഭ്യാസമുള്ളതും ഉയർന്ന തലത്തിൽ ചിന്തിക്കുകയും കുറേ വിപ്ലവകരമായി ആലോചിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു യഹൂദരാഷ്ട്രം തന്നെ വരണമെന്ന് ആലോചിക്കുന്ന ഒരു യുവാവായിരുന്നു യൂദ എന്ന് പറയും. യൂദയെ സംബന്ധിച്ച് മറ്റുള്ളവരെല്ലാം കുറഞ്ഞ മനുഷ്യർ, മുക്കുവർ, ഇടയന്മാർ തുടങ്ങിയവരായിരുന്നു മറ്റുള്ളവർ. അവരിലും ഉയർന്ന നിലയിൽ ചിന്തിക്കുകയും കുറേ കാര്യങ്ങൾ യേശു യൂദയെ ഏൽപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ശിഷ്യന്മാരെല്ലാം യേശുവിനോടൊപ്പം ഇങ്ങനെ വളരെ ആഘോഷപൂർവ്വം സഞ്ചരിക്കുമ്പോൾ യൂദയാണ് കണക്കും കാര്യങ്ങളും ഒക്കെ ഏൽപ്പിക്കുന്നത്. പണസഞ്ചിയൊക്കെ അവൻ്റെ കയ്യിലായിരുന്നു. ബൈബിൾ കൃത്യമായി പറയുന്നു എന്തുകൊണ്ടാണ് യൂദ ഇത്തരത്തിൽ യൂദ ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല, ബൈബിൾ തുടർന്നുള്ള വരികളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതാണ് പ്രധാനം. യൂദയ്ക്ക് ദരിദ്രരുള്ള സ്നേഹം കൊണ്ടല്ല, പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അവൻ കള്ളനായിരുന്നു എന്നതുകൊണ്ടുമാണ് ഇത്തരത്തിൽ ഈ
പ്രസ്താവന നടത്തുവാൻ, അതായത് ക്രിസ്തു പറയുന്നതിനപ്പുറത്തേക്കുള്ള വലിയ ചിന്ത, വലിയ പ്രസ്താവന. നമ്മളിപ്പോൾ ഒരു മാന്യനാണല്ലോ, അദ്ദേഹം മഹാനാണല്ലോ എന്ന് നാം ചിന്തിക്കുന്ന തരത്തിൽ വലിയ ഉദാരമതിയായ മനുഷ്യൻ, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമുള്ള മനുഷ്യൻ, ദരിദ്രർക്ക്, പാവപ്പെട്ടവന് സംഭാവന നൽകുന്ന മനുഷ്യൻ, ആഡംബരങ്ങളെ എതിർക്കുന്ന മനുഷ്യൻ, അലങ്കാരങ്ങളെ, അത്യാഡംബരപൂർവമായ ജീവിതത്തെ എതിർക്കുന്ന വളരെ യോഗ്യതുല്യനായ മനുഷ്യനെന്ന് നമുക്ക് ചിന്തിക്കുന്ന ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതിനുശേഷമുള്ള വരികളിലാണ് കൃത്യമായിട്ട് രേഖപ്പെടുന്നു, അവൻ കള്ളനാണ്, അവൻ പണസഞ്ചി സൂക്ഷിപ്പുകാരൻ. യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ നിക്ഷേപം എവിടെയുണ്ടോ അവിടെ നിങ്ങളുടെ ഹൃദയവും ഇരിക്കുമെന്ന്. പണത്തിലാണ് യൂദയുടെ കണ്ണ്, പണസഞ്ചിയിലാണ്. അല്ലാതെ അവളുടെ സങ്കടത്തിൽ, അവരുടെ ദുഃഖത്തിൽ, അവരുടെ അനുതാപത്തിൽ, അവരുടെ ആത്മസംഘർഷങ്ങളിലൊന്നും ഒരു കരുണയും സ്നേഹവും തോന്നാതെ, എന്തുകൊണ്ട് അവൾ ഈ പ്രവൃത്തി ചെയ്തു എന്ന് തിരിച്ചറിയാൻ കഴിയാതെ, അവൾ ഗുരുവിന് വേണ്ടി അവളുടെ ഹൃദയമാണ് സമർപ്പിച്ചത്. അവൾ ഇത്രമാത്രം കരുതി വെച്ചിരുന്ന, ആരുടെ മുമ്പിലും തുറക്കാതെ വെച്ചിരുന്ന ഹൃദയമെന്ന ഈ വിലയേറിയ പെർഫ്യൂം, ലോകം മുഴുവൻ സുഗന്ധം പരത്തുന്ന ഒരു പെർഫ്യൂമാണ്, അല്ലെങ്കിൽ ഒരു സുഗന്ധ ലേപനമാണ് അവൻ അവൾക്ക് മുമ്പിൽ കൊടുക്കുന്നത്. അതിനെ തുച്ഛീകരിക്കുകയാണ് ശരിക്കും യൂദ ചെയ്യുന്നത്. അതിന് വില കൽപ്പിക്കാതെ, അവളുടെ ആത്മാവിന്, അവളുടെ ഹൃദയത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ അവളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലും നല്ല പ്രവൃത്തി. അല്ലാതെ ഇതിൻ്റെ പണത്തെക്കുറിച്ചോ ഇതിൻ്റെ ദുഷ്ചെലവിനെക്കുറിച്ചോ ഓർത്തല്ല യൂദ പറയുന്നത്. ഇത് ഏകദേശം ഒരു 6 ദിവസം കഴിയുമ്പോൾ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ അറിയുന്നത്. യൂദ വെറും 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ഒറ്റുകൊടുത്തെന്നാണ്. ഈ ഇത്രമാത്രം പണത്തോട് ആഗ്രഹമുള്ള മനുഷ്യനാണ്, അതായത് ഗുരുവിനെ ഇവിടെ അവളുടെ 300 ദിനാറ കൊണ്ട് ആദരിക്കുമ്പോൾ, അത് നഷ്ടമാക്കുമ്പോൾ യൂദ ചെയ്യുന്നത് എന്താണ്? ഗുരുവിനെ ഒറ്റുകൊടുത്ത് 30 വെള്ളിക്കാശ് കൈക്കലാക്കും. അവൾ തൻ്റെ 300 ദിനാറ കൊണ്ട് 300 വെള്ളിക്കാശ് കൊണ്ട് അവൾ ഗുരുവിനെ സ്വന്തമാക്കും. ഇത് ഒപ്പം നടന്നവൻ ഒറ്റുകൊടുക്കുകയും അകലത്തിൽ നടന്നവൻ കൂടെ നടക്കുകയും ചെയ്യുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ ശരിക്കും സുവിശേഷ പ്രവർത്തനത്തിൽ സംഭവിക്കുന്നത്. നാം അകലത്തുള്ളവർ യേശുവിനെ തേടി വരുന്നു, എന്നാൽ അടുത്ത് നമ്മൾ ക്രിസ്ത്യാനികൾ, നമ്മൾ യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്നവർ എന്ന് കരുതുന്നവർ യേശുവിനെ ഒറ്റുകൊടുക്കുകയും മറ്റുള്ളവർ, യേശുവിനെ പുറത്തുനിന്ന് കാണുന്നവർ യേശുവിനെ ആദരിക്കുകയും അവരെ തന്നെ മുഴുവനായി സമർപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. യൂദയ്ക്ക് സംഭവിക്കുന്നത്, യൂദയ്ക്ക് അവളെക്കുറിച്ചോ അവളുടെ ദുഃഖങ്ങളെക്കുറിച്ചോ ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചോ ഒന്നും ആവലാതികളില്ല. ഒരു മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ചോ ആവലാതികളില്ല. അവൻ കരുതുന്നത് ഈ പ്രസ്ഥാനം, ഈ യേശുവിൻ്റെ കൂട്ടം, അതിലൂടെ കൊടുക്കുന്ന സംഭാവനകൾ, ദരിദ്രരോടുള്ള സ്നേഹം കൊണ്ടല്ല, അവർ പേരിനും ഈ പണത്തോടുള്ള ആർത്തി കാരണവുമാണ് യൂദ ഇത്തരത്തിലുള്ള ഉദാരമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടം തോന്നുകൊണ്ട്, സ്നേഹം കൊണ്ട്, ദരിദ്രരുള്ള സ്നേഹം കൊണ്ടാണ് ഒരു വെള്ളിക്കാശെങ്കിലും കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ മനസ്സുമായി നിങ്ങൾ നടക്കുന്നുവെങ്കിൽ, അതാണ് ഏറ്റവും മഹത്തരമെന്ന്. അങ്ങനെ യൂദ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ കാര്യം മഹത്തരമായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ എങ്ങോ ദൂരത്തുള്ള വിശിഷ്ടമായ ഈ ലേപനത്തിൻ്റെ വില പോലും അവനറിയാൻ കഴിയുന്നു, എന്നാൽ ഇവളുടെ വില, ഈ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ വില അവൾ അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്, അതുപോലെയാണ് ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ക്രിസ്തു ഈ കഥയിലൂടെ പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ്. യേശു അതിന് മറുപടി കൊടുക്കുന്നതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവന് ശുശ്രൂഷ ചെയ്തത് എന്നാണ്. യേശു പറയുന്നു, ദരിദ്രർ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടല്ലോ. അത് വല്ലാത്തൊരു ചോദ്യമാണ്. എന്നിട്ടും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ എന്നാൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോകും, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്നേ പോകും. അപ്പോൾ എൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഇവർ ചെയ്തത് എന്ന് അത് അനിവാര്യമായതാണ് എന്നും തിരിച്ചറിയുവാനുള്ള ബോധം ഈ പണസഞ്ചി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന യൂദയ്ക്ക് കഴിയുന്നില്ല എന്നിടത്താണ് ആ ശിഷ്യൻ പരാജയപ്പെടുന്നത്. അതുപോലെ അവൻ 30 വെള്ളിക്കാശിന് ക്രിസ്തുവിനെ ഒറ്റുകൊടുക്കുന്നിടത്ത് എത്തുന്നതിനുള്ള ഒരു പാതയായിരുന്നു ഈ വഴി. അങ്ങനെ വരാൻ സാധ്യതകളുള്ളൂ എന്നുള്ളതാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ട കാര്യം.